ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ ആണ്. കുറേ നാൾ കൂടിയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സെൽഫ് കെയർ ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രെഡ് ചെയ്തിട്ടാണ്. ത്രെഡിങ് ഞാൻ എല്ലാ 1 വീക്കിൽ 2 വീക്സ് കൂടുമ്പോൾ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നല്ല തിക്കാണ്. അപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ആയിരിക്കും പാട്. ഞാൻ തന്നെ കുറേ അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഞാൻ ഐബ്രോസ് എല്ലാ വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോഴെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഫസ്റ്റ് മേളിലും താഴത്തും ഒരു ലൈൻ ഇടും. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് ഒന്ന് മനസ്സിലാവും. പിന്നെ ബാക്കി ആ ലൈനിൻ്റെ താഴത്ത് പുറത്തുനിന്ന് ഉള്ള എക്സ്ട്രാസൊക്കെ എടുത്ത് കളയാറാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് എളുപ്പം. പിന്നെ ഞാൻ ചെയ്യുന്നതിലും എനിക്കിഷ്ടം വേറെ ആരെങ്കിലും ചെയ്ത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഇതുപോലത്തെ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് അതാണ് കാരണം. ഇത് ചെയ്യുമ്പോൾ ഈ പെയിൻ നമ്മൾ സഹിക്കുകയും ചെയ്യണം, നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യണം. വേറെ ആരെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മൾ ആ പെയിൻ മാത്രം സഹിച്ചിരുന്നാൽ മതിയല്ലോ. പിന്നെ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുകയും വേണം. എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ പിന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. പക്ഷെ എല്ലാ വീക്കും പുറത്തു പോയി നടക്കാറുള്ള കാര്യമല്ല. അപ്പം ഞാൻ തന്നെ ചെയ്യാറാണ്. പിന്നെ എനിക്ക് ഫോർഹെഡിലും ഫേസിലൊക്കെ അത്യാവശ്യം ഹെയർ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ റേസർ വെച്ച് ഷേവ് ചെയ്യും. പിന്നെ ഈ ഫോർഹെഡിൽ മിക്കവാറും പ്ലക്ക് ചെയ്താണ് കളയാറ്. കാരണം കുറച്ച് തിക്കായിട്ടുള്ള ഹെയറാണ്. പിന്നെ എനിക്ക് യൂണിബ്രോസ് ആണ്. അപ്പം ഞാൻ നടുക്കുന്നും എടുത്ത് കളയാറുണ്ട്. അതൊക്കെ ഞാൻ ത്രെഡ് കൊണ്ട് തന്നെ ചെയ്യാറ്. പിന്നെ എനിക്ക് എപ്പോഴും റൈറ്റ് ഐബ്രോസ് നല്ലോണം കിട്ടും. കാരണം റൈറ്റാണ് എൻ്റെ സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് എനിക്ക് നല്ലോണം കിട്ടും. ലെഫ്റ്റിൽ പിന്നെ കുറച്ച് ചെറിയ അപാകതകളും ഉണ്ട്. ആ ഐബ്രോസിൽ ഒരു ചെറിയ കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ലെഫ്റ്റ് എനിക്ക് അങ്ങനെ നല്ലപോലെ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. റൈറ്റ് തന്നെയാണ് എനിക്ക് നല്ലോണം കിട്ടുന്നത്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്വീസ് ചെയ്ത് കളയും. പിന്നെ ഒരു സിസർ വെച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രയാണ് എൻ്റെ ഐബ്രോസ് ഞാൻ ചെയ്യാറ്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഐബ്രോസ് നല്ല ഷാർപ്പായിട്ടിരുന്നോളും. ഐബ്രോസ് നല്ല നീറ്റായിട്ടിരുന്നോളും. പിന്നെ നമ്മൾ കൂടുതൽ അതിനകത്തൊന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ ചെയ്യുന്ന ലാഷ് എക്സ്റ്റൻഷനാണ്. ലാഷ് എക്സ്റ്റൻഷൻ ഞാൻ എപ്പോഴൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓരോ നമ്പേഴ്സ് കാണുന്നത് ആ ലാഷിൻ്റെ സൈസാണ്. ലാഷ് മാപ്പിംഗ് നമ്മൾ പറയും. ഓരോ അറ്റം മുതൽ ഇന്ന കോർണർ വരെ ഓരോ സൈസ് ലാഷസാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് ഒരു ലാഷ് ട്വീസറും പിന്നെ ഇത് ബോണ്ടും സീലുമാണ്. ഇതുണ്ടോ, ഇത് ആ ഒരു കിറ്റിൽ ഇതെല്ലാം കിട്ടും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ആ കിറ്റിൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം. ക്ലസ്റ്റർ ലാഷസ് എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടോ, ഓരോ ക്ലസ്റ്ററിനും ഓരോ സൈസായിരിക്കും. ഇങ്ങനെ 14 മില്ലിമീറ്റർ, 12 മില്ലിമീറ്റർ. ഞാനപ്പോൾ 14 മില്ലിമീറ്റർ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ലാഷസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെ ഡ്രമാറ്റിക് അല്ലാണ്ട് കുറച്ച് നാച്ചുറലായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ആ ബോണ്ട് വെച്ചിട്ട് ലാഷിൽ ഫുൾ അപ്ലൈ ചെയ്യരുത്. ഞാൻ ലാഷിൻ്റെ ഓരോ പോർഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോണ്ട് ലാഷിൻ്റെ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്തിട്ട് ആ ലാഷ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ലാഷ് എടുക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം എടുക്കാൻ. അത് കണ്ടോ, റൂട്ടിലും അല്ല എൻഡിലും അല്ലാണ്ട് ആ നടുക്ക് പിടിച്ചിട്ട് ലാഷ് റിപ്പാവാണ്ട് വേണം, കെയർഫുള്ളായിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമ്മുടെ ലാഷിൻ്റെ അടിയിൽ വാട്ടർ ലൈനിൽ ഫിക്സ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. വാട്ടർ ലൈനിൻ്റെ മേളിൽ ലാഷസ് തുടങ്ങുന്ന ആ സ്ഥലത്ത് അടിയിൽ ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നല്ല പേഷ്യൻസ് വേണ്ട പരിപാടിയാണ്. നമുക്ക് പേഷ്യൻസും ടൈമും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യാറുള്ള കാര്യമാണത്. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ വേണം അത് ചെയ്യാൻ. പിന്നെ അത് ഈ ട്വീസർ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ആ ഗ്ലൂ നിന്ന് കഴിഞ്ഞാൽ ലാഷ് നമ്മുടെ ലാഷ് ലൈനിലേക്ക് ഒട്ടില്ല, അതിനകത്ത് തന്നെ ഒട്ടിയിരിക്കും. എന്നിട്ട് ഞാൻ അതങ്ങനെ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്വീസർ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് നല്ലോണം അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെയാണ് എനിക്കത് എപ്പോഴും ചെയ്യാനിഷ്ടം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ ഐ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. മസ്കാര ഒന്നും ഇടേണ്ട കാര്യം എനിക്ക് വരാറില്ല. അപ്പോൾ അങ്ങനെ കുറേ ടൈം എനിക്ക് സേവ് ചെയ്യും. ഞാൻ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാനിത് ചെയ്യാറ്.
പിന്നെ ഇപ്പോഴത്തെ കണ്ണിലും അതേപോലെ തന്നെ ചെയ്ത് ലാഷസ് ഓരോന്നോരോന്നായിട്ട് ഫിക്സ് ചെയ്ത് ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ 14, 12, 10 ഇങ്ങനെയാണ്, ഈ സൈസിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതൊരു ഒരു ചെറിയ ക്യാറ്റായി ലുക്കിലാണ് അത് വരാറ്. എന്നാൽ നാച്ചുറലായിട്ട് ആണ്, നമുക്കങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് തോന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീലൻ്റ് ഉണ്ട്. അത് ലാഷിൻ്റെ അടിയിലും മേളിലും ലെങ്ത്തിൽ ഇടരുത്. ലാഷിൻ്റെ ആ റൂട്ട്സിൽ മാത്രം അത് അപ്ലൈ ചെയ്യുക, മേളിലും അപ്ലൈ ചെയ്യുക. ലെങ്ത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒന്നിച്ച് ക്ലംപി ആയിട്ടിരിക്കും. അപ്പോൾ ആ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യരുത്, ജസ്റ്റ് റൂട്ടിൽ മാത്രം മേളിലും താഴത്തും വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 minutes ഒക്കെ കൊണ്ട് അത് ഡ്രൈ ആയി കിട്ടും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 hours അവിടെ വെള്ളം നനക്കാൻ പാടില്ല. പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും എല്ലാം ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്ത്, കണ്ണിലൊന്നും വേറെ ക്രീമൊന്നുമില്ല, ഒരു ഓയിലിൻ്റെ ഒരു റെസിഡ്യൂ ബാക്കി ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇത് എനിക്ക് ഒരു 1 week വരെ ഞാൻ വെക്കാറുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിലും അത് ലാസ്റ്റ് ചെയ്യും നമ്മൾ നല്ലോണം ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ അത് വെക്കാറില്ല. 1 week മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. പിന്നെ ഞാനത് ജസ്റ്റ് ആ കോൾഡ് എയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലോ ചെയ്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അത് ഉണങ്ങിക്കോളും തന്നെ, അത് ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാൻ അടുത്ത ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് കുറച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ട്വീസർ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്തത് ഒരു കോട്ടൺ പാഡായിരുന്നു. അപ്പോൾ ആ കോട്ടൺ പാഡിലുള്ള ആ ചെറിയ ത്രെഡ് ലാഷിൽ ഇതായിട്ടിരുന്ന് വെച്ചു. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഞാൻ അത് രണ്ടാമത് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ട്വീസർ ക്ലീൻ ചെയ്യുന്നത് എന്തെങ്കിലും വെറ്റ് വൈപ്പോ ടിഷ്യൂം യൂസ് ചെയ്യരുത്. കാരണം ടിഷ്യൂവും അതിനകത്ത് ഒട്ടിപ്പിടിച്ച് അത് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറ്റ് വൈപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടിയ പോലെ പണി കിട്ടി രണ്ടാമത് പിന്നെ അത് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ലാഷസ് ഏകദേശം ഏറെക്കുറെ ലാഷസ് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഹെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇയാൾ എണീറ്റ് വന്നു. പിന്നെ അയാൾക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കയറി. ലാഷസ് കഴിഞ്ഞു വന്നാലും ഞാൻ എന്തെങ്കിലും പെർഫെക്റ്റ് ചെയ്യാനുണ്ടോ എന്നൊന്ന് നോക്കി. കുറച്ച് ആ സീലൻ്റ് ഇങ്ങനെ ഒരു ഇൻവിസിബിൾ ആണ്, പക്ഷെ നമ്മൾ കുറച്ചധികം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൈറ്റ് കളറിൽ അവിടെ നിൽക്കും. അപ്പോൾ അതുപോലത്തെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അതൊന്ന് പെർഫെക്റ്റ് ആക്കിയതാണ്. എന്തെങ്കിലും ഗ്ലൂവിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പിന്നെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബ്ലോ ഡ്രൈയിങ് ആണ്. ഇത് ഞാൻ ഇതിന് മുന്നേ തലേ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തായിരുന്നു. ഷാമ്പും കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്തു. പിന്നെ ജസ്റ്റ് എയർ ഡ്രൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ഒന്ന് ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മാനേജബിൾ ആയിരിക്കും. അപ്പോൾ സ്റ്റൈൽ ചെയ്യണമെങ്കിലും അധികം ടൈം എടുക്കില്ല. ജസ്റ്റ് കേൾ ചെയ്യാൻ എൻസ് മാത്രം ഒന്ന് കേൾ ചെയ്തിട്ടാൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ പാൻറ്റീൻ്റെ ഒരു സെറമാണ് യൂസ് ചെയ്യണത്. അത് ഹെയറിൻ്റെ ലെങ്ത്തിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് ആണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യാറ്. ബ്ലോ ഡ്രൈ ചെയ്താലും ഒരു ഹെയർ നനച്ചില്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ ഹെയറിൽ അങ്ങനെ അതിരുന്നോളും. ഞാൻ റെവലോണിൻ്റെ ഈ ഹോട്ട് എയർ ബ്രഷാണ് യൂസ് ചെയ്യാറ്. സാധാരണ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ലോണം നീറ്റായിട്ട് സെക്ഷൻ എടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ബ്ലോ ഡ്രൈ കിട്ടും. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാനേജബിളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കധികം ടൈമില്ല. അപ്പോൾ അധികം ടൈം എടുക്കാണ്ട് ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ ആദ്യം മേലുള്ള ഹെയറൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ച് അടിയിലുള്ള ഹെയർ ആദ്യം ചെയ്യും. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിനൊരു ഗ്ലോസി ഒരു ഫിനിഷ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. ബ്ലോ ഡ്രൈ ചെയ്ത് വെക്കുന്നത് എനിക്കിഷ്ടമാണ്. ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടക്കും.
പിന്നെ ഇത് ഞാൻ അല്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും എപ്പോഴും ചെയ്യില്ല. ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണേ. കാരണം എനിക്ക് അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്ത് നിൽക്കേണ്ട എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ഇപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഹെയർ ഡ്രയർ വെച്ചൊന്ന് ഡ്രൈ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തലേന്ന് ഞാൻ ഹെയർ മാസ്ക് ഇട്ടിട്ടായിരുന്നു. ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടിട്ടായിരുന്നു ഞാൻ ഹെയർ വാഷ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹെയർ അത്യാവശ്യം ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഫിനിഷിൽ ഹെയർ കിട്ടും. പിന്നെ ഇതേപോലെ വലിയ ചെറിയ സെക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ചധികം ടൈം എടുക്കും. പക്ഷേ കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ എനിക്കങ്ങനെ അധികം ഇതായിട്ട് വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിടന്നാൽ മതി. അപ്പം ഞാൻ അത്യാവശ്യം വലിയ സെക്ഷൻസ് എടുത്ത് തന്നെയാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ നല്ലോണം കിടക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഞാൻ ചെറിയ സെക്ഷൻ എടുത്ത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യും. കാരണം എനിക്ക് ഫ്രണ്ടിലത്തെ ഹെയർ കുറച്ച് കേളിയായിട്ട് കിടക്കാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊരു ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ കിടക്കും. ഇവിടുത്തെ ക്ലൈമറ്റിന് പിന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യൂല. തല സ്വെറ്റ് ആവാത്ത കാരണം അത് അങ്ങനെ തന്നെ കിടന്നുള്ളൂ. നമ്മൾ കൂടുതൽ ഹെയർ മാനേജ് ചെയ്യാൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ തന്നെ കിടന്നോളും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹെയർ നല്ല ബൗൺസി ആയിട്ട് ഇരുന്നോളും. പിന്നെ എനിക്ക് കുറച്ച് സെറം മാത്രം ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ? പിന്നെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ കുറച്ച് ടൈം എടുത്തെങ്കിലും ഇനിയും നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ റെഡി ആവാൻ കുറേ ടൈം എടുക്കില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ഹെയർ ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്തിറങ്ങിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫേസ് ഷേവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 ഡേയ്സ് മുന്നേ ഫേസ് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് മീശയും കുറച്ച് താടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് കളഞ്ഞു. അപ്പോൾ ഹെയറും സെറ്റാണ്, ഐബ്രോസും സെറ്റാണ്. ഒന്ന് ഇനി മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐബ്രോസും ഫില്ല് ചെയ്ത് ലാഷസ് ഒന്നും ചെയ്യണ്ട, ഐ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. കുറച്ച് ബ്ലഷും കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടാൽ നമുക്ക് ഡ്രസ്സ് ചെയ്ത് റെഡിയായി ഇറങ്ങാം. അപ്പോൾ രാവിലെ മേക്കപ്പിന് വേണ്ടി കുറേ സമയം അങ്ങനെ കളയണ്ട. എനിക്ക് കുറേ ടൈം മാനേജ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രാവിലെ റെഡിയാവാൻ അധികം ടൈം എടുക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ ഡു ചെക്ക് ഔട്ട് മൈ അതർ വീഡിയോസ്. ഇനി ഇതേപോലെ കുറേ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വിൽ മീറ്റ് അഗെയിൻ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.